ഇപ്പൊ നിസാമുദ്ദീന്റെ അവസ്ഥ മാറ്റിവെക്കാൻ എത്രയാണോ ചെലവാക്കുന്നത് അതിന്റെ ഇരട്ടിക്ക് ചെലവഴിക്കണം. ഒരു പക്ഷേ ഭാവിയിൽ ഈ വീട് വിറ്റിട്ട് വരെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിസാമുദ്ദീന്റെ പോക്ക് അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം 1500 രൂപയോളം ഡയാലിസിസിന് കൊടുക്കണം. ഇവിടെ നിന്നൊരു വാഹനം എടുത്തിട്ട് അദ്ദേഹം പോകണം. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു പ്രശ്നങ്ങളാണ്. മാറ്റിവെക്കുന്നതിനേക്കാൾ ചെലവാണ് ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുക. മരണം വരെ ഇനി ഡയാലിസിസ് അല്ലാതെ അദ്ദേഹത്തിന് വേറെ വഴിയില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഈ നാട്ടിലെ എല്ലാ ആളുകളും കൂടെ തന്നെ ഉണ്ട്. സാമ്പത്തികമായിട്ട് ഈ നാട്ടിലെ ജനങ്ങള് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ മാനസികമായിട്ട് അവരേറ്റവും മുന്നിലാണ്. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല. ഇഹലോക ലാഭം ഒക്കെ മാറ്റിവെച്ച് പരലോകത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം സ്വപ്നം കണ്ട് അല്ലെങ്കിൽ അത് മാത്രം ആഗ്രഹിച്ച് കൂടെ കൂടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നവരൊക്കെ. നൗഫൽക്ക് ഈ കേസ് എന്നെ വിളിച്ച് പറയുമ്പോൾ സത്യത്തിൽ ഇതിന്റെ ഗൗരവം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നൗഫൽക്ക് എന്നെ വിളിച്ചൊരു കേസ് പറഞ്ഞ് എന്നോട് നൗഫൽക്ക് വിളിച്ചപ്പോൾ ഞാനത് കണ്ണൂരാണ് എന്ന് വിചാരിച്ചിട്ട് കണ്ണൂർ വരുമ്പോൾ ഞാനത് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ എന്നെ വിളിച്ചു പറയുന്നത്, ഫിറോസ് ഇങ്ങനെ ഒരു കേസുണ്ട്, ഒന്ന് പോയിട്ട് അത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാനിപ്പോ കണ്ണൂർ വരെ പോകുന്നുണ്ട്, കാസർഗോഡ് വരെ പോയിട്ട് ഞാൻ എങ്ങനെയപ്പോ ഞാൻ ആ വീഡിയോ ചെയ്യും ഉസ്താദെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് ഞാനൊരു 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഉസ്താദിന് സന്തോഷമായി. ഉസ്താദ് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഉസ്താദ് വീണ്ടും വിളിച്ചു പറഞ്ഞു, ഫിറോസ് ആ പാവത്തിന് ഇരിക്കാൻ വീടില്ല, 3 കുട്ടികളാണ്, വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്ന് വീണ്ടും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്തായാലും കണ്ണൂർ പോകണ്ടല്ലോ, ഞാൻ കാസർഗോഡ് ഒന്ന് പോയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യും ഉസ്താദെ, അപ്പൊ താമസിക്കാനുള്ള സൗകര്യം എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി തരാം, ഫിറോസ് പോയിട്ട് ആ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞ് രാത്രി ഏകദേശം 8 മണിയായപ്പോ വീണ്ടും കോള് വന്നു, ഫിറോസെ നൗഫല് പറഞ്ഞ കേസും ഞാൻ പറഞ്ഞ കേസും ഒന്നാണ്, അപ്പൊ അതുകൊണ്ട് കാസർഗോഡ് വരെ പോണ്ട, ഇപ്പൊ എവിടെയാണോ ഉള്ളത് ആ വീഡിയോ അങ്ങോട്ട് ഫിറോസ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. കാരണം ഈ ഒരു വീഡിയോക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സംഖ്യ, സാധാരണ കിഡ്നി രോഗികൾക്കൊക്കെ 10-15 ലക്ഷം ഒക്കെയാണ് വീഡിയോ ഇട്ട് കിട്ടുക. പക്ഷേ ആ മഹാന്റെ ഇടപെടലുകളൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പരിശ്രമം. അതുകൊണ്ട് എന്താണെങ്കിലും ഉദ്ദേശിച്ചതിന്റെ എത്രയോ ഇരട്ടി, 10 ഇരട്ടിയാണ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് കിട്ടിയത്. അതുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിച്ചു. ആ പണം കൃത്യമായി ഇവരൊരു കമ്മിറ്റിയിട്ടാക്കി, കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ തന്നെയാണ്, 1 രൂപ പോലും അനാവശ്യമായിട്ട് ചെലവഴിച്ചിട്ടില്ല. പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, നിസാമുദ്ദീൻ കാറെടുത്തു, നിസാമുദ്ദീൻ അങ്ങനെ ജീവിക്കുന്നു, നിസാമുദ്ദീൻ ഇങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പല ആളുകളും അനാവശ്യമായ മെസ്സേജുകളൊക്കെ പാസ് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് അതിൽ നിന്ന് 1 ചില്ലി കാശ് പോലും അനാവശ്യമായിട്ടില്ല. കാരണം അത് കൃത്യമായ ഒരു കമ്മിറ്റിയുടെ അക്കൗണ്ടിലാണ്. ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളും കമ്മിറ്റി രൂപീകരിച്ച അക്കൗണ്ടിലാണ് പൈസ. അതുകൊണ്ട് 1 രൂപ പോലും അതിൽ നിന്ന് പോല. പക്ഷേ നിസാമുദ്ദീന്റെ അവസ്ഥ അറിഞ്ഞ് നമ്മൾ കണ്ട വീഡിയോ കണ്ട് ഏതോ ഒരാൾ, ഈ നാട്ടിലെയോ അതോ പുറത്തെവിടെയുള്ള ഒരാള്, അദ്ദേഹത്തിന് സങ്കടം തോന്നിയിട്ട് നിസാമിനൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഡയാലിസിസിന് ഡെയിലി ആഴ്ചയിൽ 3 പ്രാവശ്യം ഇങ്ങനെ പോയി വരേണ്ടതല്ലേ എന്ന് കരുതിയിട്ട് ഒരു ചെറിയൊരു മാരുതിയുടെ 800 വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിസാം അത് ഓടിച്ച് അങ്ങോട്ട് പോവും, ഡയാലിസിസ് കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പോ ഇങ്ങനെയൊക്കെ ഇതുമേൽ വേറെ അനാവശ്യമായ വിവാദങ്ങളും പല ആളുകളും ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ആ കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുന്നത്, അത്രയ്ക്കും കൃത്യമായിട്ടാണ് അവിടുത്തെ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഈ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലം നിസാമുദ്ദീന്റെ കുഞ്ഞു മക്കളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വീടും അവരുടെ പേരിൽ തന്നെയാണ്. അദ്ദേഹം ബാക്കി വരുന്ന പൈസ മുഴുവൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയാലിസിസ് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്ന, അതായത് മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ മരണം വരെ ഡയാലിസിസ് ആണെങ്കിൽ ഒരു പക്ഷേ കയ്യിലുള്ള 50 ലക്ഷവും ചെലവായാലും ഇനി ഈ വീട് വിറ്റാലും തീരില്ല, അതിങ്ങനെ ഡയാലിസിസ് ചെയ്ത് പോവാം. മരണം വരെ ഈ ഡയാലിസിസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ള പൈസ അദ്ദേഹത്തിന് ഡയാലിസിസിനും ചെലവാക്കും. എന്താണെങ്കിലും സഹായിച്ച ആളുകളോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇന്ന് ആ കുടുംബം സ്വപ്നമായി കണ്ടുകൊണ്ടിരുന്ന അവരുടെ ഒരു വീട് എന്നുള്ള ആ ഒരു സ്വപ്നത നമ്മളിവിടെ പൂർത്തീകരിച്ച് അതിന്റെ ആ ഒരു പാതി ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഈ കുടുംബത്തിനുണ്ടാവണം. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പരിശ്രമിച്ച ഈ നാട്ടിലെ എല്ലാവരെയും നിങ്ങൾ ചേർത്ത് പിടിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.